മായി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ അഭിവാദ്യങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന്, മറ്റിത്യാദി കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ വിമുക്തനാക്കുന്ന ഒരു മഹൽ വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുവാനാണ് ഞങ്ങളുടെ ടീം ഗിൽഗാൽ ഈ മംഗഫ് ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്നവർ നിങ്ങളുടെ വിലയേറിയ മണിക്കൂറുകളിൽ ചില നിമിഷങ്ങൾ മാത്രം ഞങ്ങളെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമേ എന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദ്യമായി ഞങ്ങളുടെ ഈ യോഗം പ്രാർത്ഥിച്ചാരംഭിക്കുന്നതിന് വേണ്ടി ചെന്നിത്തല കുഞ്ഞുമോനെ മുന്നേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വൈകിയ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പരസ്യ സ്ഥലത്ത് കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അവിടെ ചെയ്ത നസ്രേനായ യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ ഇന്ന് ഈ പരസ്യ സ്ഥലത്ത് പ്രഘോഷിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പാട്ടുകൾ പാടുവാൻ, വചനങ്ങൾ പറയുവാനൊക്കെ ഞങ്ങളുടെ ദാസന്മാരെല്ലാം കർത്താവ് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കാലത്ത് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി വിരഞ്ഞോടിയ ഞങ്ങളെ കർത്താവ് കണ്ട സ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് ഈ പരസ്യ ശുശ്രൂഷയിലൂടെ അനേക ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണം പിതാവേ. പ്രിയമുള്ളവരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ ദേശനിവാസികളെ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇവിടെ കടന്നു വന്നു, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചേക്കാം. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങളുടെ ഭൂതകാലത്ത് പല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കുടിച്ച് മദ്യപിച്ച് മതോന്മത്തരായി ഈ തെരുവീതികളിൽ കൂടി ജനത്തിന്, ദേശത്തിന്, ചാർച്ചക്കാർക്ക്, കുടുംബങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, മറ്റു പ്രിയപ്പെട്ടവർക്കൊക്കെ സമൂഹത്തിന് തന്നെ പേടിസ്വപ്നമായിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അതിൽ നിന്നൊന്നും ഞങ്ങൾക്ക് സമാധാനം നേടുവാൻ കഴിഞ്ഞിട്ടില്ല. മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ മറ്റു വസ്തുക്കൾക്ക് യാതൊന്നിനും ഞങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയാതിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അരിയിൽ വടിവാളുകളും കയ്യിൽ മുറിക്കത്തികളുമായി ദേശത്തെങ്ങും നടന്ന് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത് ജയിൽ അറകളിൽ ഞങ്ങൾ വാസം ചെയ്ത കാലഘട്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങളോട് കൂടെ നിന്നവർ, ഞങ്ങളോട് ഒരുമിച്ച് നിന്ന് മദ്യപിച്ചവർ ഒന്നും ഞങ്ങളെ സഹായിക്കുവാൻ കൂടെയില്ലായിരുന്നു. എന്നാൽ ആരുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ, ഏകനായി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതാ ഒരുവനെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ മഹൽ വ്യക്തിയെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ടീം ഗിൽഗാൽ ഈ മംഗഫ് ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ ഇന്ന് സമാധാനമില്ലെങ്കിൽ, അതല്ല നീ ഒരു മദ്യപാനിയാണെങ്കിൽ, അതല്ല നീ ഒരു മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ, ഇന്ന് ഈ സന്ധ്യാസമയം ഇവിടെ ഞങ്ങൾ ഉയർത്തി കാട്ടുന്ന മഹൽ വ്യക്തിയെ പിൻപറ്റിയാൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദിവസമായി മാറും. തുടർന്ന് ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടും. അതിനായി പ്രിയ സഹോദരന്മാരെ ക്ഷണിക്കുന്നു. നല്ല സമയം
ഹല്ലേലൂയ. പ്രിയ മംഗഫ് ദേശനിവാസികളെ, തുടർന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. അതിനുവേണ്ടി ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നത് പ്രിയ പാപ്പിച്ചായനെയാണ്. പാപ്പിച്ചായനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയട്ടെ. പാപ്പിച്ചായൻ ഒരു കാലഘട്ടത്തിൽ ദേശത്തെ കിടുകിട വിറപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ മട്ടാഞ്ചേരി പാപ്പി എന്നറിയപ്പെടുന്ന ദേശത്തെ കിടുകിട വിറപ്പിച്ച പേടി സ്വപ്നമായിരുന്ന, ദേശക്കാർക്കെല്ലാം പേടി സ്വപ്നമായിരുന്ന പ്രിയ പാപ്പി ഇന്ന് ആ യേശു ക്രിസ്തുവിനെ കണ്ടത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആ സുവിശേഷ പ്രസംഗകനായി കേരളത്തിന്റെ ഉടനീളം അങ്ങുമിങ്ങും കടന്നുപോയി താൻ അനുഭവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുന്നു. പ്രിയ പാപ്പിച്ചായനെ സഹായിക്കുവാനായിട്ട് ഞാൻ പ്രിയ ചേലക്കര ബൈജുവിനെ ക്ഷണിക്കുകയാണ്. ബൈജു ഒരു കാലഘട്ടത്തിൽ ജയിൽ അറയിൽ ക്രിമിനൽ കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്ന കാലത്ത് ഇതാ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ലഘുരേഖ തന്റെ കരങ്ങളിൽ ലഭിക്കാനിടയായി തീർന്നു. താൻ അവിടെ വെച്ച് വായിച്ചപ്പോൾ ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്തെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ആ ക്രിസ്തുവിന്റെ പിന്നാലെ കടന്നു വന്ന പ്രിയ ബൈജുവും അതോടൊപ്പം തന്നെ പ്രിയ പാപ്പിച്ചായനും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകി തരുന്നതാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ ആദ്യമേ അറിയിക്കുന്നു. ഇവിടെ മുമ്പ് പ്രസ്താവിച്ചതുപോലെ ഞങ്ങൾക്ക് ലഭിച്ച സൗജന്യമായ രക്ഷ നിങ്ങൾക്കും ലഭിക്കുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെ സമർപ്പിക്കുമെങ്കിൽ ആ യേശുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് സമാധാനത്തോടെ പോകുവാൻ ദൈവം നിങ്ങൾക്ക് സാഹചര്യങ്ങളെ ഒരുക്കും. വചനത്തിൽ വിളിച്ചു പറയുന്നു, ഒരുത്തരിലും രക്ഷയില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ഏക നാമം മാത്രമേ ഉള്ളൂ. യേശു എന്ന നാമമാണ്. യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം വിട്ടുകൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയും. വചനം പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. ഒരു ദിവസം വരുന്നു. അഹങ്കാരികളും സകല ബുദ്ധിമാന്മാരും സകല മദ്യപാനികളും മനുഷ്യന് വേണ്ടാത്തവരും എല്ലാവരും തളർന്നു പോകും. എല്ലാവരും താവടിയായി പോകും. അതുകൊണ്ട് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. യേശു എന്ന നാമം. നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, പ്രിയ സ്നേഹിത, നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, യേശു ഞങ്ങൾക്ക് തന്ന സമാധാനം അത് ഏറ്റവും വലുതാണ്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങൾക്കത് സ്വീകരിച്ച് കടന്നു പോകാൻ കഴിയുമെങ്കിൽ സമാധാനം വരും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാകും. നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായി തീരുമോ? നിങ്ങൾക്ക് ഹൃദയം വിട്ടുകൊടുക്കാമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ മുൻപോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇപ്രകാരം ഏറ്റുപറയുക തയ്യാറാകണമേ. ഞാൻ ഇന്ന് എന്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ ക്രൂശിൽ മരിച്ചു. ആ യേശു കർത്താവ് ഇനി രണ്ടാമതും പ്രത്യക്ഷനാകും. പ്രിയ സ്നേഹിത, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഞങ്ങളോടൊപ്പം ഏറ്റു പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ഞങ്ങളോടൊപ്പം ഏറ്റു പ്രാർത്ഥിച്ചാലും
സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിന്റെ സ്നേഹം ഇവർക്ക് ലഭിക്കുവാൻ കഴിഞ്ഞല്ലോ. യേശുവിന്റെ സ്നേഹം ഇവർക്ക് ലഭിക്കാൻ കഴിയുമല്ലോ. ഇവർക്ക് സമാധാനം കൊടുക്കണമേ. ഇവർക്ക് സമാധാനം കൊടുക്കണമേ. ഇവർക്ക് അനുഗ്രഹങ്ങളെ കൊടുക്കണമേ. ഇവർക്ക് അനുഗ്രഹങ്ങളെ കൊടുക്കണമേ. ഇന്നു മുതൽ യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ, യേശുവിന്റെ സാക്ഷികളായി ജീവിക്കാൻ ദൈവം ഇവരെ സഹായിക്കണമേ. ദൈവം ഇവരെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഞങ്ങളുടെ വചനം ശ്രവിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഞങ്ങൾ വീണ്ടും അറിയിക്കുന്നു. ഞങ്ങളുടെ വചനം ശ്രവിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പ്രിയ ദേശനിവാസികളെ, നിങ്ങൾ ഇവിടെ കേൾക്കപ്പെട്ട സന്ദേശത്തിന്റെ മുൻപാകെ നിങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം വരും. നിങ്ങളുടെ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും MDMA-യിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങളെ വിമുക്തനാക്കുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഇവിടെ ഉയർത്തി കാണിച്ചത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഇതിനൊരു മോചനമില്ല. ആ ക്രിസ്തുവിന്റെ മുൻപിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. തുടർന്ന് ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനവും കൂടെ പാടി ഞങ്ങൾ അടുത്തയിടത്തേക്ക് ഞങ്ങളുടെ ഈ ശുശ്രൂഷ കടന്നു പോകുന്നതാണ്. തുടർന്ന് ഞങ്ങളുടെ ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പ്രാർത്ഥനയ്ക്കായി ബ്രദർ ഷാജി, പരുത്തിപ്പാറ ഷാജി എന്നറിയപ്പെടുന്ന ബ്രദർ ഷാജി മുന്നോട്ട് കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. പിതാവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഈ മംഗഫ് നിവാസികളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യത്തിന് അടിമപ്പെട്ട പ്രിയ ഹല്ലേലൂയ തിരുവല്ല ഷിബു ഇന്ന് രക്ഷിക്കപ്പെടുവാനിടയായല്ലോ. കർത്താവേ, അദ്ദേഹം ദിവസത്തിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഗിൽഗാൽ ടീമിനെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവജനം സംസാരിച്ച പാപ്പിച്ചാനായും ബജുവിനായി സ്തോത്രം. രണ്ടുപേരെയും ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ടീമിനെ അനുഗ്രഹിക്കണമേ. അടുത്ത സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ അനേകം ഇതുപോലെ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. കടന്നു വരിക, യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദേശനിവാസികളെ, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അതോ നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും വിധത്തിൽ കൗൺസിലിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അടുത്ത് പ്രവർത്തിക്കുന്ന ആരാധനാലയം മംഗഫ് അഹമ്മദി ചർച്ച് ഓഫ് ഗോഡിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.